നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. ഗുരുവര എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ പ്രേതത്തിനെ കുറിച്ച് അറിയാൻ ഇഷ്ടമാണോ? യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ സുനിൽ സുന്ദർ രാമൻ എന്ന് പറയുന്ന ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മളിലേക്ക് പ്രേതം വരുന്നതെന്നും അത് വന്നാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും അതിനെങ്ങനെ ഒഴിവാക്കാമെന്നും ഉള്ളത് ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ സുനിൽ സുന്ദർ രാമൻ എന്ന എൻ്റെ ചാനൽ നിങ്ങൾ കയറി കണ്ടു നോക്കൂ. ഏറ്റവും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭയപ്പെടാൻ വേണ്ടി, അതായത് പ്രേതം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിപ്പിക്കുന്നതാണ്. അപ്പം പേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ കാണണ്ട. ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കാണണം. ഇന്ന് ഞാൻ പറഞ്ഞ ഒരു വാസ്തുദോഷത്തെക്കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് അധ്വാനിച്ചും പല വിധത്തിൽ കടപ്പെട്ടൊക്കെ ഒരു വീട് നമ്മൾ വെക്കും. ആ വീട് വെച്ചിട്ട് ആ വീട്ടിൽ താമസമാക്കി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് പല വിധത്തിലാണ് വരുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് വാസ്തുദോഷമാണ്. വാസ്തു എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്രമാണ്. അതിനകത്ത് മന്ത്രമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട. അതൊരു ശാസ്ത്രമാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന ഊർജം, അത് സൗരോർജമായാലും ഭൗമോർജമായാലും നമ്മുടെ വീട്ടിലേക്ക് സുഗമമായി കടന്നു വരുന്നതിനുള്ള ഒരു വഴി, അത് ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതാണ് വാസ്തുശാസ്ത്രം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ തുടക്കം ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി പാലിച്ചു പോയാൽ ഒരു പരിധി വരെ നമുക്ക് വാസ്തുദോഷം ഒഴിവാക്കാം. കാരണം ഞാൻ ഈ വാസ്തു നോക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ വാസ്തുദോഷങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ മിക്ക വീടുകളിലും കാണുന്ന പ്രധാനപ്പെട്ട 2 ദോഷത്തെക്കുറിച്ച് ഞാൻ പറയാം. അതെങ്ങനെ പരിഹരിക്കാമെന്നും പറയാം. അത് പ്രധാനപ്പെട്ട 2 ദോഷങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് അസ്ഥാനത്ത് വരുന്ന സെപ്റ്റി ടാങ്കിൻ്റെ സ്ഥാനം. അത് നമുക്ക് വീടിന് 4 ചുറ്റിനും ഭാഗങ്ങളുണ്ട്. ഈ 4 ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് മാത്രമേ സെപ്റ്റി ടാങ്ക് വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനവും. കിണറിന് 2 സ്ഥാനം വരുന്നുണ്ട്. ഈ 2 ഭാഗത്ത് എവിടെയെങ്കിലും കിണറിന് നമ്മൾ സ്ഥാനം കാണാൻ പാടുള്ളൂ. ഇല്ലാതെ, അതായത് സെപ്റ്റി ടാങ്ക് ഈ പറഞ്ഞ ഒരു സ്ഥാനത്തല്ലാതെ മറ്റെവിടെ വന്നാലും അത് നമുക്ക് ദാരിദ്ര്യ ദുഃഖങ്ങളോ രോഗദുരിതങ്ങളോ വീട്ടിലുണ്ടാക്കും. ദമ്പതിമാർ തമ്മിലെ കലഹങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഈ കിണറിൻ്റെ സ്ഥാനവും. അപ്പോൾ ഈ 2 സ്ഥാനവും മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ ഇതാണ് പ്രധാനമായിട്ടും തെറ്റിക്കിടക്കുന്നത്. അതായത് സെപ്റ്റി ടാങ്ക് അസ്ഥാനത്ത് സെപ്റ്റി ടാങ്ക് വരിക, സ്ഥാനത്തല്ലാത്ത വിധത്തിൽ സെപ്റ്റി ടാങ്ക് പണിയുക, അതുപോലെ കിണറിൻ്റെ സ്ഥാനത്തിന് മാറ്റം വരിക. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത്, വീട് വെച്ച് വന്നതിന് ശേഷം, അതായത് വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഉചിതമായ സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. അതായത് നമ്മളിപ്പോൾ പറയുന്നത് സെപ്റ്റി ടാങ്കിന് പ്രധാന സ്ഥാനം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് വായു കോണാണ്. അപ്പം കോൺ ഭാഗം ഒഴിവാക്കിക്കൊണ്ട്, അതായത് മൂലഭാഗം ഒഴിവാക്കിക്കൊണ്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും, അതായത് പടിഞ്ഞാറ് വടക്ക് ഭാഗത്ത്, ആ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് സെപ്റ്റി ടാങ്കിന് സ്ഥാനം അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന 3 ഭാഗങ്ങളിലും സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ല. അതായത് കിഴക്ക് വടക്കായാലും കിഴക്ക് തെക്കായാലും തെക്ക് പടിഞ്ഞാറായാലും ഈ 3 ഭാഗങ്ങളിലും സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ല. ഈ ഒരു സ്ഥാനത്ത് മാത്രമേ സെപ്റ്റി ടാങ്കിന് ഉചിതമായ സ്ഥാനം പറയുന്നു. അവിടെ വന്നാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. ഇതുകൊണ്ട് വരുന്ന ദോഷങ്ങളും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനവും. കിണറിന് വരുന്നത് വടക്ക് കിഴക്ക് ഈശാനകോണം എന്ന് പറയും. അവിടെയും വരാം, കന്നി ഭാഗത്തും വരാം. പക്ഷെ കന്നി ഭാഗത്ത് നമ്മൾ കിണർ വയ്ക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശുദ്ധമായി സൂക്ഷിക്കുക. മാസമുറ വരുന്ന സ്ത്രീകളൊന്നും അതിൽ നിന്നും വെള്ളം കോരാൻ പാടില്ല, അശുദ്ധിയായിപ്പോൾ. അതുകൊണ്ട് മോട്ടോർ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ 2 സ്ഥാനത്തും നമുക്ക് കിണർ വരാം. പക്ഷെ എന്നാൽ മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് 2ഉം അസ്ഥാനത്താണ്. സെപ്റ്റി ടാങ്ക് പടിഞ്ഞാറ് വടക്ക് ഭാഗത്ത് വരേണ്ടതെന്ന് പകരം കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നു. അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. അത് അങ്ങനെയുള്ള സെപ്റ്റി ടാങ്കുള്ള ഭൂമിയിലിരിക്കുന്ന വീടുകളെന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെയായിരിക്കും. അപ്പോൾ ചോദിക്കും, എന്താണ് ഇങ്ങനെ സംഭവിച്ചു പോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ പറയും ഈ വീട് പണിത മേശിരി പറഞ്ഞു ഇവിടെ മതിയെന്ന്, ഇല്ലെങ്കിൽ പറയും വീട് വെച്ച് വന്നപ്പോൾ മറ്റൊരു ഭാഗത്തും സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഈ സെപ്റ്റി ടാങ്ക് കുഴിച്ചത് അല്ലെങ്കിൽ കിണർ അസ്ഥാനത്ത് വന്നത് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ പലർക്കും പറ്റുന്ന അബദ്ധം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ 5 സെൻറ്റോ 10 സെൻറ്റോ ഒക്കെയാണ്, അങ്ങനെ ഉള്ളിടത്താണ് മിക്കവാറും ഇത് വരുന്നത്. ഈ ഭാഗങ്ങളിൽ ആദ്യം വീടങ്ങ് വയ്ക്കും. വീട് ഇവർ മാക്സിമം നിറച്ച് വെച്ചതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ ഈ സെപ്റ്റി ടാങ്കിനോ കിണറിനോ സ്ഥാനം ഉചിതമായ സ്ഥലത്ത് കാണില്ല.
അസ്ഥാനത്തായിരിക്കും സ്ഥലം കിടക്കുന്നത്. അവിടെ ഇവർ സെപ്റ്റിക് ടാങ്ക് കുഴിക്കും. എന്നിട്ടൊരു ന്യായം പറയും വേറെ സ്ഥലമില്ല എന്ന് പറയും. പക്ഷേ സ്ഥലം ഉണ്ടായിരുന്നു, അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഗൗനിച്ചില്ല എന്നുള്ളതാണ് അതിനൊരു പ്രധാന കാരണം. ഇപ്പോൾ വീട് വെക്കാൻ തുനിയുമ്പോൾ ആദ്യ നടപടി എന്ന് പറയുന്നത് നമ്മൾ ഈ കന്നിക്കുറ്റി, അതായത് വീടിൻ്റെ കന്നിഭാഗത്ത് ആദ്യ കുറ്റി അടിക്കുക എന്നുള്ളതാണ്. അത് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, കാര്യം നമ്മൾ തന്നെയാണ് അത് അറിഞ്ഞ് ചെയ്യേണ്ടത്. കാര്യം ആ വീട്ടിൽ താമസിക്കുന്ന നമ്മളാണ്. അതിൻ്റെ ആശാരിയും മേശരിയും ഒന്ന് കുറ്റി അടിച്ച് അവരെവിടെയെങ്കിലുമൊക്കെ ചെയ്തു തന്നിട്ട് അവരുടെ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ കിടന്ന് അനുഭവിക്കുന്നത് നമ്മളെ വരുന്ന തലമുറയാണ്. അപ്പം ആദ്യം ഏത് ഭാഗത്താണ്, അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം ഞാൻ പറഞ്ഞല്ലോ, അവിടെ അതിനുള്ള സ്ഥലം നിങ്ങൾ ആദ്യമേ കുറിച്ച് മാറ്റിയിടുക. അതുപോലെ കിണറിൻ്റെ സ്ഥാനം, ഈ 2 സ്ഥാനവും നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടതിന് ശേഷം ബാക്കി ഭാഗത്ത് വീട് വയ്ക്കാൻ ശ്രമിച്ചാൽ ഇന്ന് ഈ വാസ്തുദോഷം വരുന്നതിൽ 80% ഇതുവഴി വരുന്നതാണ്. ഇത് ഒഴിവാക്കാൻ സാധിക്കും. ഞാനിത് പറയാൻ കാര്യം, പലരും പറയുന്നത് ഞങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ താമസിച്ചു പോയി, പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് സ്ഥലം ഇല്ലായിരുന്നു. ഈ പറഞ്ഞ സ്ഥലത്തൊന്നുമില്ല. അതായത് ഈ പറയുന്ന ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം, അവിടെയാണ് വായുകോണം, അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ സെപ്റ്റിക് ടാങ്ക് സ്ഥാനം. അവിടെ നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞ കണക്ക് ഔട്ട് ഹൗസ് പോലെയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പുറത്തൊരു അടുക്കളയോ വർക്ക് ഏരിയ പോലെയൊക്കെ കെട്ടി അങ്ങ് നിറച്ചങ്ങ് വയ്ക്കും. മതിലിനോട് ചേർത്ത്, അതിനോട് ചേർത്ത് അവിടെ പിന്നെ കുഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കന്നിമൂലയിലൊക്കെ കൊണ്ടൊക്കെ കുഴിക്കുള്ളൂ. അപ്പോൾ നിസ്സാരമായി നമ്മൾ പറഞ്ഞങ്ങ് കളയും. സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ കുഴിച്ചു പോകുന്നു. പക്ഷേ അതുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്, പ്രത്യേകിച്ചും വിശ്വസിക്കുന്നവർക്ക്. അതുകൊണ്ട് നമ്മളൊരു വീട് വയ്ക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെപ്റ്റിക് ടാങ്കിനും കിണറിനുള്ള സ്ഥാനം നിർണയിച്ച് മാറ്റിയിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ വീട് ക്രമീകരിച്ച് നിർത്തിയാൽ അല്പം ചെറുതായി പോയിരിക്കുമായിരിക്കാം, പക്ഷെ ആ വീടിനുള്ളിൽ സമാധാനവും ഐശ്വര്യവും സമ്പത്തും എന്നും ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ വാട്സപ്പ് ചെയ്യാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ മറ്റെന്തെങ്കിലും നെഗറ്റീവിൻ്റെ പ്രസൻസ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അതിനെ ഞാൻ പരിഹരിച്ച് തരികയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് ജ്യോതിഷം അറിയാം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.